ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ സുഖമാണല്ലോ അല്ലെ? കുഞ്ഞുങ്ങളെ സുഖമാണോ? പ്രൈസ് ദി ലോർഡ്. ഇന്നെന്തായാലും മഴയുടെ ഒരു ഗ്യാപ്പിനിടയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റി കേട്ടോ. എന്നൊരു സാക്ഷ്യം വായിക്കാം. എന്റെ പേര് സബിത. ഞാൻ 4 തവണ OET എക്സാം എഴുതിയിരുന്നു. എല്ലാ പ്രാവശ്യവും 2B അല്ലെങ്കിൽ 2C+ അങ്ങനെ സ്കോർ കിട്ടും. സ്പീക്കിംഗ് 340 അങ്ങനെ റിവാലുവേഷൻ വിട്ടാലും മാർക്ക് കിട്ടിയല്ല. അങ്ങനെ ഞാൻ ജൂലൈ 2024 എക്സാം എഴുതി. 3 മൊഡ്യൂൾസ് B സ്കോറായി. പിന്നെ റൈറ്റിംഗ് 290 അങ്ങനെയൊക്കെ എന്ത് CC സ്കോർ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് OETക്കാർക്ക് അറിയാവില്ല എന്താ സംഭവം എന്നൊക്കെ. എന്നിട്ട് അപ്പോൾ റിവാലുവേഷൻ സാധാരണ റിവാലുവേഷൻ കൊടുത്തിട്ടും കാര്യമില്ല. ഈ പ്രാവശ്യം റിവാലുവേഷൻ കൊടുക്കുന്നതിന് മുമ്പ് അച്ഛൻ്റെ 1002 എപ്പിസോഡ് കേട്ട് ഡെയിലി അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി. ഹസ്ബൻഡ് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്തായാലും ശരി, ഇവിടെ വന്ന് തന്നെ ടെസ്റ്റിമണി എഴുതി കൊടുക്കുമെന്ന് ഉറപ്പായിട്ട് തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കും. നേരത്തെ അതുപോലെ അങ്ങോട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ 2020 എക്സാം എഴുതി. എന്നിട്ട് റിവാലുവേഷൻ ഇട്ടു. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 290 സ്കോറിൽ നിന്നും 320 സ്കോറിലേക്ക് കർത്താവ് ഉയർത്തി അനുഗ്രഹിച്ചു. അങ്ങനെ എനിക്ക് ഇപ്പം ഞാൻ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് എഴുതി അയച്ചിരിക്കുക. ഇപ്പോൾ ഓൾറെഡി പോയി കാണും. ഇപ്പം സാക്ഷി തന്നിട്ട് കുറച്ച് നാളുകളായി. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഇന്ന് പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കുക ഇങ്ങനത്തെ മേഖലയ്ക്ക് വേണ്ടി കേട്ടോ. ഒരുപാട് ഇങ്ങനെ പരീക്ഷകൾ എഴുതിയിട്ട് ഇങ്ങനെ പാസ്സാകാൻ പറ്റാതെ കിടക്കുന്നവരൊക്കെ ഞാൻ ഓർക്കണം. 20 പ്രാവശ്യമൊക്കെ OET എഴുതിയിട്ട് പാസ്സാകാത്തത് പ്രത്യേകം പ്രാർത്ഥിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ചില മേഖലകളിൽ ചില തടസ്സങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് മാറിപ്പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഇത് നീ തന്നെ ചെയ്യണം എന്നാണ്. ഇത് നീ തന്നെ ചെയ്യണം. ഏശയ്യാ പ്രവചനത്തിന് 52-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ തിരുവചനമാണ്. നമുക്ക് ഐസയ്യാ ചാപ്റ്റർ 52:2. ഇത് സഹീയോന്റെ ആദ്യ കാലഘട്ടം മുതൽ എപ്പോഴും പറയപ്പെട്ടിരുന്ന ഒരു വചനമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത് ഞാൻ ധ്യാന കേന്ദ്രത്തിൽ വന്നൊരു കാലഘട്ടം മുതൽ കേൾക്കുന്ന ഒരു വചനമാണ്. ജെറുസലേം പുത്രി ജെറുസലേമിനെ വിളിച്ച് പറയാം, ബന്ധനസ്ഥയായ ജെറുസലേം, നീ പൊടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക. എന്നിട്ട് പറയാ, ബന്ധനസ്ഥയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ കെട്ടുകൾ പൊട്ടിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്ന് പറയുമ്പോൾ നല്ലൊരു വചനമാണ്. അതായത് നമ്മളിങ്ങനെ എൻ്റെ പഴയ തരത്തിലുള്ള കെട്ടുപാടുകളിൽ നമുക്കിങ്ങനെ പിശാചിന്റെ ബന്ധനം അത് ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആകെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾ ജീവിക്കരുത്. അതാ പറഞ്ഞത് ബന്ധനസ്ഥയായ ജെറുസലേം, നീ പൊടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഏതായാലും വീണു ഇനിയോ ഇനി രക്ഷപ്പെടാൻ സാധ്യതയില്ല. അവരങ്ങനെ ചെയ്ത് ഇവരെങ്ങനെ എങ്ങനെയാന്ന് പിശാച്. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, അങ്ങനെ പൊടിയെന്ന് അങ്ങനെ നിൽക്കരുത്. വേഗം തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ ഒരു സാധാരണ ജീവികൾ പോലെ കളിച്ചിട്ട് അത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പൊടിയെല്ലാം തട്ടിക്കളഞ്ഞ് അങ്ങനെ റെഡിയാകുന്ന കണ്ടിട്ടില്ല. ബന്ധനസ്ഥയ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ കെട്ടുകൾ പൊട്ടി, ഇതിനി ഒരിക്കലും അഴിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലല്ല എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിശാച് കീഴ്പ്പെടുന്ന എവിടെ? വിശുദ്ധ കുർബാനയിലാണ്. അല്ലെ, കുർബാന ശരിക്കും ഈശോയുടെ ബലിയർപ്പണം വഴിയാണല്ലോ പിശാച് പരാജയപ്പെടുന്നത്. ശരിയല്ലേ? അപ്പൊ വിശുദ്ധ കുർബാനയിലൊക്കെ നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ മുഖത്തിന്റെ കെട്ടുകൾ തന്നെ അഴിയും. നമ്മളിങ്ങനെ തകർന്ന് തരിപ്പണം എന്ന് പറഞ്ഞ് ഇരിക്കാനുള്ള ആൾക്കാരല്ല. അപ്പൊ അതുകൊണ്ട് പുറത്തും നമ്മൾ ഡെലിവറൻസ് പ്രാർത്ഥനകൾ മേടിക്കുന്നു. അങ്ങനത്തെ പല മേഖലകളുണ്ട്. ഇതൊന്നും വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ നമുക്ക് തന്നെ ദൈവത്തിന്റെ ശക്തിയിലും കൃപയും നിറഞ്ഞ കുറെ ഇങ്ങനത്തെ ബന്ധനങ്ങൾ കിട്ടാൻ തന്നെ പൊട്ടിപ്പോവത്. റോമ 16:20 എന്താ വചനം വെളിപ്പെടുത്തുന്നത്? സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിന്റെ കാൽ കീഴിലാക്കി തകർത്ത് കളയെന്ന് പറയുന്നിരിക്കുന്നത്. അതായത് നമ്മുടെ കാൽ കീഴിലാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, നമ്മൾ പ്രാർത്ഥിച്ചും വിശുദ്ധ കുർബാന അർപ്പിച്ചും ഇങ്ങനെയൊക്കെ നമ്മുടെ പലതരത്തിലുള്ള ബോണ്ടേജുകളും കെട്ടുകളും നമ്മൾ പിശാച് കീഴ്പ്പെടും, പൊട്ടിച്ചു കളയാം. മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ നമ്മളിങ്ങനെ തരിപ്പണമായി എന്ന് പറഞ്ഞിരിക്കരുത്. ഏകദേശം 52:2 നിങ്ങൾ തന്നെ കാണാതെ പഠിച്ചു പറഞ്ഞ പോലെ നമ്മളെ കുറിച്ച് തന്നെ അതിനെ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു നോക്കാം. വലിയൊരു അത്ഭുതം കർത്താവ് ജീവിതത്തിൽ ചെയ്യും കേട്ടോ. കർത്താവ് പ്രത്യേക അനുഗ്രഹിക്കണം. നമുക്ക് സ്തുതിക്കാം. ഈശോയെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു. കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് കർത്താവേ, പല തരത്തിലുള്ള കെട്ടുപാടുകളിൽ രക്ഷയില്ല എന്ന് കിടക്കുന്നവരോട് യേശുവിന്റെ നാമത്തിൽ വചനം കൽപ്പിക്കുന്നു. അല്ലയോ, ഓരോരുത്തരും പേര് വിളിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, നീ പൊടിയുന്ന തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക. നിന്റെ കഴുത്തിന്റെ കെട്ടുകളെ നീ പൊട്ടിക്കുക.
ഓ കർത്താവായ ദൈവം, ഈ വചനത്തിന്റെ ശക്തിയാണ് അനേകർക്ക് ആത്മാവിന്റെ ഒരു അഭിഷേകം നിറഞ്ഞ് അനേകം നാളുകളായിരിക്കുന്ന ബോണ്ടേജുകള് കർത്താവിന്റെ കൃപയാൽ വിശുദ്ധ കുർബാനയുടെ യോഗ്യത, ബലിയുടെ യോഗ്യത അഴിക്കാൻ തക്കവിധം ഒരു ആത്മധൈര്യവും കൃപയും വിശ്വാസവും ജ്വലിക്കട്ടെ എന്ന് ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുക. അതുപോലെ തന്നെ കർത്താവ് വർഷങ്ങളായിട്ട് OET പോലെയുള്ള പല എക്സാമുകൾ എഴുതിയിട്ട് എത്ര സബ്ജക്റ്റ് പാസ്സാകാതെ കിടക്കുന്നവർക്ക് അല്ലെങ്കിൽ റിവാല്യൂഷൻ കൊടുത്തിരിക്കുന്നവർക്കൊക്കെ ദൈവഹിതമാണെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സഹായത്താൽ ഇതൊക്കെ പാസ്സാകുന്ന കൃപ തരട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവ് വിശ്വസിയാതെ കൃപയും പിതാവ് ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരും കൊണ്ടായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.